ഓം ശാന്തി. ജീവിതത്തിൽ ലക്ഷ്യം നേടണമെങ്കിൽ ഒരു മനുഷ്യന് അനിവാര്യമായി വേണ്ടതായിട്ടൊരു ഗുണമാണ് സമർപ്പണം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിലെ ചെറുതും വലുതുമായിരിക്കുന്ന ഏതൊരു വിജയം നേടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു മനുഷ്യൻ്റെ സമർപ്പണം എന്ന വലിയൊരു ഗുണം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുട്ടി തൻ്റെ 1ാം ക്ലാസ്സിൽ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി വിജയം നേടിയെങ്കിൽ ആ കുട്ടിയുടെ ആഗ്രഹത്തിൻ്റെ ത്യാഗത്തിലൂടെ സമർപ്പണത്തിലൂടെ മാത്രമാണ് നല്ലൊരു മാർക്ക് വാങ്ങാൻ അവന് സാധിക്കുക. ഒരു കുട്ടി നല്ല റാങ്കോട് കൂടി ഒരു ഹയർ ക്ലാസ്സിൽ പാസ്സായി എങ്കിൽ കൂട്ടുകാർക്കൊന്നും ചെറുതായിട്ടുള്ള കളിചിരികൾ, വിനോദങ്ങൾ, ആനന്ദങ്ങൾ, ഉല്ലാസയാത്രകൾ പലതിനും ഒരു വിരാമമിട്ടുകൊണ്ട് ത്യാഗത്തിലൂടെ സമർപ്പണത്തിലൂടെ മാത്രമാണ് നല്ലൊരു മാർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുക. ഈ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിച്ചതായിരിക്കുന്ന ആളുകളുടെ ജീവിത കഥ നോക്കിയാൽ ജീവിതത്തിലെ സന്തോഷവും സുഖവും പലപ്പോഴും ത്യാഗം ചെയ്ത് തൻ്റെ സമർപ്പണത്തിലൂടെ മാത്രം മുന്നോട്ട് പോയ ആളുകളാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയതായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത്. അതുകൊണ്ട് സമർപ്പണത്തിൻ്റെ ശക്തിയില്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും ഒന്നും നേടാൻ സാധ്യമല്ല. ഒരു കൊച്ചു കാക്കയുടെ കഥ പോലും നമ്മളോടത് പറഞ്ഞിരുന്നുണ്ട്. ഒരിക്കൽ ഒരു മരത്തിൽ ഒരു കൂട്ടം കാക്കകൾ അവരുടെ രാജ്യം സ്ഥാപിച്ചുകൊണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു. ദിവസവും രാവിലെ കാക്ക രാജാവും റാണിയും കൂടി ഇര തേടാൻ വേണ്ടി അങ്ങ് പറന്നു പോകുമായിരുന്നു. എവിടെന്നെങ്കിലുമൊക്കെ അവനവനുള്ള ആഹാരം കണ്ടെത്തിയ ശേഷം തിരിച്ചു വരും. ഒരു ദിവസം രണ്ടാളും കൂടി പറന്നെത്തിയത് ആ രാജ്യത്തെ രാജാവിൻ്റെ കൊട്ടാരത്തിലതായ ഒരു മരത്തിൻ്റെ മേലെയായിരുന്നു. താഴെ തുറസായിരിക്കുന്ന ഒരു വലിയ പുൽത്തകടിയിൽ രാജാവിനും റാണിയും ഒന്നിച്ച് ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവിടുത്തെ ആഹാരങ്ങളുടെ വിഭവങ്ങൾ കണ്ടപ്പോൾ കാക്ക റാണിക്ക് മോഹം വന്നുപോയി. ഞാനും ഒരു റാണിയല്ലേ, എനിക്കും ഇതുപോലെ നല്ല ആഹാരം കഴിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എന്ന്. അപ്പോൾ കാക്ക രാജാവ് പറയും, ഇവിടെ ഇത്രയും ശക്തമായിരിക്കുന്ന കാവലിൽ ഒരു തുള്ളി അതിൽ നിന്ന് എടുക്കാൻ പറ്റും നമുക്ക് തോന്നണില്ല. അതിനുവേണ്ടി പോയാൽ ചിലപ്പോൾ പ്രാണൻ നഷ്ടപ്പെടും, നമുക്ക് ആ ആഗ്രഹം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടുന്ന് പറഞ്ഞു വന്നു. അന്ന് റാണിക്ക് എന്തൊരാഹാരം കഴിക്കാൻ നോക്കുമ്പോഴും അതിലൊന്നിനും മനസ്സ് വരുന്നില്ല. അങ്ങനെ വൈകുന്നേരമായപ്പോൾ ആഹാരമൊന്നും കഴിക്കാതെ സങ്കടപ്പെട്ട് റാണി കാക്ക കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ വന്നു കൂട്ടിലിരിക്കുകയാണ്. റാണിയുടെ കണ്ണിൽ നിന്ന് ആ ആഹാരം കിട്ടാത്തതിൻ്റെ സങ്കടത്തിൻ്റെ വേദനയുടെ ഭാവം കണ്ടപ്പോൾ അവിടുത്തെ സേനാധിപതി ചോദിക്കുകയാണ്, എന്തു പറ്റി രാജൻ, റാണി വളരെ ദുഃഖിയായി കാണുന്നല്ലോ എന്ന്. അപ്പോൾ രാജാവ് അന്നുണ്ടായ കഥയൊക്കെ അങ്ങ് സേനാധിപതിയോട് പറയും. അപ്പോൾ സേനാധിപതി റാണിയുടെ അടുത്ത് പറയുകയാണ്, ഇന്നൊരു ദിവസം അവിടെ നിന്ന് എന്തെങ്കിലും ആഹാരം കഴിച്ച് വിശപ്പടക്കിയേ തീരൂ. നാളെ എന്ത് തന്നെ സംഭവിച്ചാലും ആ ആഹാരം അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടു തന്നിരിക്കുമെന്ന് പറയും. അങ്ങനെ നാളെ നിങ്ങൾ ഇര തേടാൻ വേണ്ടി പോകണ്ട, ഞാൻ കൊണ്ടുതരുന്ന ആഹാരം കഴിച്ചാൽ മതിയെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം ഈ സേനാധിപതി ഒരു 8 കാക്കകൾ അടങ്ങുന്നതായിട്ടൊരു ഗ്രൂപ്പിനെ ചട്ടം കെട്ടി. എന്നിട്ട് പറയും, നാളെ ആദ്യത്തെ ഒരു കൂട്ടം കാക്കകൾ പോയിട്ട് ഇവരുടെ ശ്രദ്ധ തെറ്റിക്കും. ആ സമയത്ത് ഞാൻ പോയിട്ട് നേരിട്ട് അതിൻ്റെ അടുത്ത് പോയി ആഹാരം എടുക്കാൻ ശ്രമിക്കും. എന്നെ പിടിക്കാൻ നോക്കുന്ന അവരുടെ ശ്രദ്ധ മാറുന്ന സമയം നോക്കി ബാക്കി 4 കാക്കകൾ അവരുടെ കൊക്കുകളിൽ കൊള്ളുന്ന വെറൈറ്റി ആയിരിക്കുന്ന ഓരോരുത്തർ ഓരോ ഐറ്റംസുമായിട്ട് വരണം. അങ്ങനെ നേരെ പറന്നു വന്ന് കാക്ക റാണിക്ക് ആഹാരം കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ആ 5-8 സേനകളും കാക്ക സേനാധിപതിയും കൂടി രാജാവും റാണി ആഹാരം കഴിക്കാനിരിക്കുന്ന സമയത്ത് ചെന്നു. അവരുടെ പ്ലാൻ പ്രകാരം മറ്റുള്ളവരെടുക്കാൻ നോക്കി ശ്രദ്ധ മാറുന്ന സമയത്ത് കാക്ക സേനാധിപതി നേരിട്ട് ചാടി കുത്താൻ ശ്രമിച്ചു. ഉടനെ കാക്ക സേനാധിപതിനെ പിടിച്ചു. ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് പറന്നുപോയി. 4 കാക്കകൾ അവരുടെ പ്ലാൻ പ്രകാരം 4 വെറൈറ്റി ആഹാരങ്ങളുമായിട്ട് കാക്ക റാണിയുടെ അടുത്ത് വന്നു. കാക്ക സേനാധിപതിയെ ഇവർ പിടിച്ചു കെട്ടി. അങ്ങനെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞ ശേഷം രാജാവ് കാക്ക സേനാധിപതിയോട് ചോദിക്കുകയാണ്, എന്തു തന്നെ നീ ശ്രമിച്ചാലും ഇന്ന് നീ ഇവിടെ പിടിക്കപ്പെടുന്ന ഉറപ്പാണല്ലോ. ഇത്രയും സൈനികരുടെ ഇടയിൽ വന്നുകൊണ്ട് നീ എന്തിനാണ് എൻ്റെ ആഹാരം കേടാക്കിക്കൊണ്ട് മരണത്തെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, എനിക്ക് മരിച്ചാലും വിഷമമില്ല. എൻ്റെ റാണി ഇന്നലെ ഈ ഒരു നല്ല ആഹാരം കിട്ടാത്തതിൻ്റെ സങ്കടത്തിൽ പട്ടിണി ഇടിക്കുന്നതിൽ കരയുന്നത് ഞാൻ കണ്ടപ്പോൾ അവർക്ക് വേണ്ടതായിരിക്കുന്ന നല്ല ആഹാരം കൊണ്ടെത്തിക്കുക എന്നുള്ളത് സേനാധിപതിയായ എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എൻ്റെ ജീവൻ പണയപ്പെട്ടാലും റാണിയുടെ ആഗ്രഹം നടക്കണം ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന്. അത് കേട്ടപ്പോൾ രാജാവ് പറയുകയാണ്, ഇത്രയും നല്ല രാജഭക്തനായിരിക്കുന്ന നിന്നെ വധിക്കുകയല്ല വേണ്ടത്, നിനക്ക് സമ്മാനം തരികയാണ് വേണ്ടത്. അതുകൊണ്ട് നാളെ മുതൽ എപ്പോഴൊക്കെ രാജാവിനും റാണിക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നു അപ്പോഴൊക്കെ വേറെ പാത്രങ്ങളിൽ കാക്ക രാജാവിനും റാണിക്കും വേണ്ട ആഹാരം പുറത്ത് വേറെ വെച്ചിരിക്കണം. അവർ വന്ന് ആ ആഹാരം കഴിച്ചോട്ടെ, നമുക്ക് നമ്മുടെ ആഹാരം കഴിക്കാം, നമ്മൾ കഴിക്കുന്ന ആഹാരം അവർക്കും കൊടുക്കണം എന്ന് രാജാവ് ആജ്ഞാപിക്കുകയാണ്. ആ കാക്ക സേനാധിപതിയെ സ്വതന്ത്രനാക്കി പറന്നുപോയി തൻ്റെ കൊട്ടാരത്തിലെത്തി അദ്ദേഹം തൻ്റെ കഥ വർണ്ണിക്കുകയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൻ്റെ റാണിക്ക് ഒരു ഇഷ്ടമുള്ള ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി തൻ്റെ പ്രാണൻ ത്യജിക്കാൻ പോലും ആ കാക്ക തയ്യാറായി. തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി സുഖവും സന്തോഷവും ത്യജിക്കാൻ, ഉറക്കം ത്യജിക്കാൻ, നേരത്തെ അതിരാവിലുള്ള ഉറക്കത്തിൻ്റെ സുഖം ത്യജിക്കാൻ വേണ്ടി, മറ്റുള്ള ചിരികളികളുടെ പ്രോഗ്രാം കണ്ട് ആസ്വദിച്ച് സമയം കളയുന്നതിന് പകരം തൻ്റെ സമയത്തെ സഫലമാക്കി പഠിക്കാനും വായിക്കാനും പ്രവർത്തിക്കാനും തൻ്റെ സുഖം ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു മനുഷ്യന് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്നാൽ ഇന്നത്തെ മനുഷ്യന്മാർ രാവിലെ നേരത്തെ ഞാൻ അലാം വെച്ചാലും കിടന്ന് ഉറങ്ങിപ്പോവും, എന്താ ചെയ്യുക? ക്ഷീണം കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക? വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നിട്ടും ഈ ദുശ്ശീലം എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോൾ സ്വയം നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശരിക്കും എനിക്കത് വേണമെന്നുണ്ടോ എന്ന്. വേണമെന്നുണ്ടോ എന്നാൽ തീർച്ചയായിട്ടും അതിനുവേണ്ടി സമർപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവും. അങ്ങനെ സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാകുമെങ്കിൽ തൻ്റെ സുഖം, തൻ്റെ സുഖനിദ്ര, തൻ്റെ ആർഭാടങ്ങളെ, തൻ്റെ ആസ്വാദനങ്ങളുടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള സമയത്തിൻ്റെ അളവ് കുറയ്ക്കാമെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ട സമയവും നിങ്ങൾക്ക് കണ്ടെത്താനാകും. ടൈം ഒരിക്കലും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ടൈമിനെ മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടതായിരിക്കുന്ന സമർപ്പണത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകും. എന്നാൽ ജീവിതം നിങ്ങൾക്ക് സന്തോഷദായകമായിരിക്കും, സദാ സുഖദായിയായി മാറും. എപ്പോഴും ത്യാഗത്തിൻ്റെ ഫലം ഭാഗ്യമാണ്. ആ ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ, ഭാഗ്യം നമ്മളെ തേടിയെത്തുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു നല്ല ഭാഗ്യം, നല്ല ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ ഒരു സമർപ്പണ മനോഭാവത്തോടു കൂടി തൻ്റെ കർമ്മത്തിൽ നിരന്തര പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്കാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.